ഇതാണ് എന്റെ POI. ഇതില് എവിടെ നിന്നായിരുന്നു? ഇതില് ഡിസ്കോഴ്സ് കൊണ്ട് റെക്കോർഡ് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറയോ ഇതിനകത്ത് അയ്യോ, ഞാൻ ഇവിടെ അതിനകത്ത് ആളൊക്കെ ഉണ്ട്. ഞാൻ അവനടിക്കാനായിട്ട് ഇവിടെ നിൽക്കും ഇങ്ങനെ. ഇത് പിന്നെ ഈ മാച്ചിൽ സിയോൺ മെക്കാനിക്സ് വരുന്നത്, സിയോണിലെ ഗൺസ് ആയിരുന്നു. അതാണ് അണ്ടിക്കടിക്കുന്നത്. കാര്യം ഞാൻ പറയാം. ആടാ, അതുമല്ല ഫസ്റ്റ് മാപ്പ് ഫസ്റ്റ് ഈ മെക്കാനിക്സ് വരുന്നത് എന്ത് നൈസായി കളിക്കായിരുന്നു. ഇതെല്ലാം അണ്ടിക്കടി തന്നെ. അയ്യോ, ഇവിടെ ഒരു പിക്ക് കിട്ടും എനിക്ക്. ഒരുത്തിനടുത്ത് ഞാൻ ബാക്ക് വരും. ഇപ്പൊ ഡിസ്കോഡ് കിടന്ന് ദാമോടുന്ന് എന്താടാ കളിക്കലാണ് പാരിക്കായി പോവും. അടുത്ത വിക്ക് ഇത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഇതൊരു പിക്ക്. പിന്നെ മനസ്സിലായി സരക്കണം പറയുക. ഇവിടെ ഒരാളെ ഉള്ളൂ. ഇതിനകത്താണ് 3 പേര്. ഡ്രോണിന്റെ കോൾ വരുക. കണ്ടാ, ഡ്രോൺ പുറത്തോ വിളിക്കുക. കുഞ്ഞു ഡ്രോൺ പോണ കണ്ടാ. അപ്പൊ ദാമോട് എനിക്കാണ് ആടാ, ഇതാണ് ദാമു. വന്ന് വലിയ നിനക്ക് എന്നിട്ടോ പറയണ്ട. ഇങ്ങനെ റിഫർ ചെയ്യണം മൈരിയെന്ന് അത് പറയൂല. കിടന്നിട്ട് വിളിക്കണം അത് തന്നെ. ചാവുന്ന ടൈമില് എനിക്ക് ബാക്കിൽ നല്ല കോട്ടി കിട്ടുവാണ്. നോക്കിയോ ഞാൻ പറയും ഇവിടെ സ്മോക്കറി. ഇപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു സറക്കാൻ സാധിക്കും. ഡ്രോണിംഗ് ആണെന്ന് എന്റെ ബ്രെയിൻ വർക്ക് ആണല്ലായിരുന്നു. പിന്നീട് സറക്കാൻ അവിടെ ക്ലിയർ ആണ്. ഇനിയുള്ള 3 അതിനകത്താണെന്ന് ഉറപ്പാണ്. ഓക്സി പയ്യ നമുക്ക് ഹെൽത്ത് ഫുള്ള് എല്ലാം ഫുള്ള്. ഇവിടെ ഞാൻ ഏറ്റവും ഫ്രണ്ട് കയറി പോണോ. എനിക്ക് പിറകെ നല്ല കിട്ടണുണ്ട്. അല്ലെ മുമ്പിൽ നിന്ന് ഒറ്റ പോലും അടിക്കണില്ല. ഹെൽത്ത് ഡാമർ ഉണ്ടാ നോക്കിയോ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഓക്സിക്ക് ഒരു ഞാൻ കൊടുത്തായിരുന്നു. അവനെ എടുത്ത് നോക്കിയാണ് ഞാൻ നോക്കുമ്പോ എന്തണ്ടി എനിക്ക് ഹെൽത്തും ഉണ്ട് ആർമറും ഉണ്ട്. എന്തണ്ടി ആകെ 20 HP പോയിട്ടുള്ളൂ എനിക്ക്. നോക്ക് ഒറ്റ കൊട്ട് ടക്ക് ടക്ക്. എനിക്ക് വരുത്തളയാ. ഇതെന്തൊരു അവസ്ഥ. ഇതായിരുന്നു കേസ് എന്റെ മരണം. ഇതായിരുന്നു ആദ്യത്തെ ഫൈറ്റ്. ഇതാണ് കുത്തിയ സ്ഥലമാണ് ഇത്. നമ്മ തുടങ്ങിയ സമയത്ത് എടാ നീയൊക്കെ വിളിക്കണം. ഓക്സിനെ വിളിക്കണ ഗെലിക്സിനെ മനസ്സിലാവുന്ന ഇത് കണ്ടാ ഫസ്റ്റ് ഇത് കണ്ടോടെ. ഇത് കുറച്ച് ടാലി പോലെ ചേട്ടാ. ഇവിടത്തെ എന്റെ കില്ല് സീവ് കുമ്പു, അടുത്ത കില്ല് ഞാൻ കുമ്പു. ഇതുകൊണ്ടുപോയി. ഇത് എന്റെ അടുത്ത ഇവിടെ ഒരു പിക്ക് വരും. ഇവിടെ തന്നെ അടുത്തിട്ട് അടി ഇവിടെ ഇപ്പോഴും ആണ്. അതാ ഫസ്റ്റത്തിൽ കിട്ടില്ല. സെക്കൻഡ് കേറി വന്നാ സീരിയസ് ആയിട്ട് തിരിച്ചിടറാ. ഓക്സി സ്റ്റീവിനെ വെടിവെച്ച് സ്റ്റീവ് ട്രാൻസിറ്റ് നോക്കണേ. ഞാൻ ഇപ്പൊ വൈടുന്നില്ല സിനിമ. ഇതാണ് നീ കളിച്ചമാര്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ പോകും. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. നമ്മൾ പോയി ഓക്സിജൻ സ്ഥലം കണ്ടുപിടിക്കും. നമ്മൾ ഇവിടെ ചെന്നിറങ്ങും. ഇതായിരുന്നു സെക്കൻഡ് തലം. ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇതാട്ടെ പയ്യന്മാര് ഇതാണ് കോമഡി. ഇതാണ്ട്
അയ്യോ ഓടും. ഒന്ന് 2 3 അടിക്കാത്ത ഒരു ഭാഗം കേട്ടാ. അതിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തുനിന്ന് 86 സ്നൈപ്പർ ചെയ്യുന്ന പാലത്തിന്ന്. അത് 86 ആയിരുന്നു. ആ സ്നൈപ്പ് ചെയ്ത 86. ഇവിടെ നിന്ന് കുറച്ചേരം നോക്കുമ്പോഴത്തേക്ക് നമ്മള് ഇവിടെ സ്റ്റെപ്പിൽ നിന്ന് കയറി വരും. കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മള് ഇതാണ് ഇവിടുത്തെ ഒരു ചാട്ടൻ ചാടിയാ മതിയായിരുന്നു. സെറ്റ് ആയിരുന്നു. അവനെ കിട്ടിയാലേ ഓടി കൊണ്ടുവന്നതോ ആളെടുത്ത് ഓടിക്കാൻ ഇവിടെ 3 എണ്ണം ഇരിക്കുന്നത്. അങ്ങനെ പയ്യെ കയറി ഒരു കില്ല എന്തായാലും കിട്ടാ ഡ്രോൺ ചെയ്യുന്നവനെന്ന് പറഞ്ഞ് പയ്യെ കയറുമ്പോഴത്തീ പയ്യെ ഇറങ്ങി ഡ്രോണൊക്കെ വെച്ചിട്ട് 3 ഞാൻ ഡ്രോണൊന്നും ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും മൂല പിടിച്ചോളാന്ന്. അങ്ങനെ ഇത് എന്റെ ഓക്സിജൻ കഴപ്പ്. ഇവിടെ ഇത് ഓക്സിജൻ അവിടെ ഒരുത്ത ചുമ്മായിരുന്നു. അവൻ എന്തിനാ പയ്യ അങ്ങ് വന്നാലോ? ഓ എടുത്തിട്ട് എറിയുന്ന എന്തിനൊക്കെ എടുത്ത് എറിയുന്നു. അത് സ്മോക്ക് അല്ല BC ഗ്യാസ് ആയിരുന്നു. എൻട്രി ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ BC ഗ്യാസ് പോയില്ല. ഫുൾ സ്ക്രീൻ ആക്കാനാ എന്തിരണ്ടിയായിരുന്നു അരിക്കറിനോട് പോവാത്ത. ഇതാണ് എന്റെ അടുത്ത അടുത്ത കഴപ്പ്. ഇത് കുറച്ച് പാവമായിരുന്നു സത്യം പറഞ്ഞത്. ആള് ഐക്യു സേഫ് ആയിട്ട് ഡ്രോൺ ചെയ്യാന്ന് വിചാരിച്ചാണ്. അത് ആള് സേഫ് ആയിട്ട് ഡ്രോൺ ചെയ്യാവുന്ന. എന്റെ മറ്റേ പയ്യൻ എനിക്ക് കിട്ടാണ്ട് പോയില്ലാണത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഉണ്ട് പിന്നീട് കൊടുത്ത് ഇവൻ ഡ്രോൺ ചെയ്യുമ്പോ ആനിമേഷൻ വന്ന ആള് മതിലിന്റെ അപ്പുറത്ത് വരും. തല മാത്രം തല മാത്രം രണ്ട് ചെറുക്ക ഡ്രോൺ ചെയ്ത് തുടങ്ങി. ചെറുക്ക മനസ്സിൽ പോലും ഓർത്ത് കാണൂല സാധനം. ഇതാണ് സീൻ. കണ്ടോണ്ടിരിക്കണേ കില്ല് ചെയ്യണൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്ക. അപ്പുറത്തൊന്നും പാവപ്പെട്ട അവൻ വെറുത്ത് പോയി കാണാം. അവൻ എന്തോ പറയുകയും ചെയ്യുന്നുണ്ട്. അവൻ എന്തോ പറയുന്നുണ്ട് ചേച്ചി. സൗണ്ട് ഉണ്ടോ അതിന്റെ? ഇത് സൗണ്ട് അവൻ എന്തോ പറയുന്നുണ്ട്. ഡ്രോണൊക്കെ റൈറ്റ് സൈഡിൽ ഡ്രോൺ പറന്നു. അവന്റെ ഡ്രോണാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി പോവും. അല്ലെങ്കിൽ ഇവിടെ ക്ലിയർ ആയെന്നില്ല. സത്യം സോൺ സ്വിച്ച് ആയെന്നും പ്രതീക്ഷിച്ച് നമ്മളങ്ങ് ഇറങ്ങോടെ. അവിടെ ഒരു ആംഗിൾ ക്ലിയർ നേരത്തെ സോൺ പിടിക്കാനായിട്ട് ഇറങ്ങും. അതാ ഒരു ഇതിനകത്തുള്ളില് അല്ലാതെ ഇൻസ്റ്റന്റ് കില്ലല്ലേ. പഴയതല്ല ഓടിക്കറാൻ സമ്മതിക്കൂലല്ലോ. അങ്ങനെ ഓരോ സൈഡ് ക്ലിയർ ചെയ്ത് അതാ ബോഡി അടിച്ച ചാവുന്നുള്ളതുകൊണ്ട് കൂടെ നമ്മള് നേരത്തെ ഇറങ്ങും. ഞാൻ ഒരെണ്ണം അടിക്കുമ്പോ സരക്കണമെന്ന് എന്നെ തോട്ടിലാകും. ഇത് നോക്കണം ഇത് നോക്കണം. ഇവിടെ തള്ളി മാറ്റിയാണ് താമസില്ലേ. ഞാൻ മാറും. തോട്ടി ഇറങ്ങിട്ടാ ഇതെങ്ങനെ കറാടിയെ കൊണ്ട് പേടിച്ച് അടിച്ചോണ്ടിരിക്കുന്ന ഞാൻ അടിക്കുമ്പോ ഓക്സിഡ അടിക്കണ്ടെന്ന് വിചാരിച്ച് മറ്റേ വെയിറ്റ് ചെയ്ത് ടാപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അവിടെ ചെക്കിപ്പിടി ഞാൻ അവിടെ സരക്കണം തീർന്നു. സരക്കണ്ണ ഫ്രണ്ടിൽ നിന്ന് ഓടിപ്പോണം. എന്നിട്ട് ആണെങ്കിലും സരക്കണം. അതാണ്ട് സരക്കണ്ണ അടുത്ത് കിട്ടി. അതിന്റെ ഇടയിൽ ആർക്കും ഒരു ഇത് കിട്ടിയത്. സരക്കണ്ണ കിട്ടി. അടുത്ത ഡിങ്ക് കിട്ടി. ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് നേരെ പോയി നമ്മള് സോൺ ഔട്ട് കൂടെയൊക്കെ പോയി പാലൊക്കെ പിടിച്ച് പാലം പിടിക്കുമ്പോഴാണ് ഇവിടെയാണ് അടുത്തത്. എന്താ ടീം വരുന്ന ഞാൻ ഇവിടെ ഒച്ചപ്പാട് എടുക്കാണ്. നിർത്ത് അവനെ അടിക്കാന്നൊക്കെ പറഞ്ഞു. അടുത്ത് ഞാൻ കണ്ടില്ല ഇറങ്ങി. ഒന്ന് അപ്പോഴത്തെ പപ്പു എടുത്തിട്ട് ഇവിടെ കൊടുക്കോടാ. ഞാൻ ഉമാർക്ക് ഇതാ ഇവിടെ കൊടുക്കും ഇവന്. നിനക്ക് ഒരെണ്ണം തരും ഇപ്പൊ.
റിവാർഡ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതാമോ അറിയോ? അറിഞ്ഞൂടാ. ഇല്ല പറഞ്ഞിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. ഇവന്മാർ ഇവിടെ നിന്ന് പോകൂലായിരുന്നു. ആ ഫുൾ ടീമിന് നമുക്ക് കിട്ടിയില്ല. ഞാൻ ഒരെണ്ണം കൊടുത്തായിരുന്നു. നമ്മൾ രണ്ട് വെച്ച് കൊടുത്ത അമ്മ പറയുകയും ചെയ്തത് ചത്തില്ലെന്ന്. നമ്മള് ഇവിടെ നേരെ പോവും. പിന്നെ അടുത്തപ്പോഴായിരുന്നു അടുത്താണ് കോമഡി. അടുത്തത് നമുക്കിവിടെ CM ആയിട്ട് ഫൈറ്റ് വന്നിരുന്നു. പക്ഷെ അതെങ്ങനെയോ പോയി. CM ആയിട്ട് നമുക്ക് ഫൈറ്റ് വന്നേ. എന്താ ഇവിടെ ഫൈറ്റ് വന്നേ. ഇവിടെ ഫൈറ്റ് വന്നേ. അവിടെ ഓടും. എനിക്ക് ഓക്സിജൻ കിട്ടിയെന്നോ? നിനക്ക് കിട്ടില്ലായിരുന്നോ മറ്റേ ഇത്? എനിക്ക് തുടക്കം കിട്ടി, പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി സരക്കണ്ടിന്റെ കൂടെ കവർ. അതാ പിന്നെ ഞാനും മാറി അവിടെ. ഗൈസ് ഭയങ്കര ആടുന്ന്. അവര് ആപ്പിലായിരിക്കും കാണാൻ നോക്കിയാറ്. നല്ല ആടുണ്ടാണ് ഇപ്പൊ റൂട്ടറില് അറിഞ്ഞൂടാ. 350 ആടാ. ആഡ് 1 മിനിറ്റ് ആടുന്നു. സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞൂടാ. ഞാൻ റൂട്ടർ യൂസ് ആക്കത്തോണ്ടേ. ഞാനിപ്പോ യൂസ് ആക്കാറില്ല. അതല്ല അത് ഞാൻ ഇവിടെ എന്റെ സ്കോപ്പ് ബഗ്ഗായി. അങ്ങനെ ഞാൻ ഹെൽപ്പ് ഇട്ട് വിളിച്ചു. ഈ സോണാണ് കോമഡി. ഇതാണ് കോമഡി. ബെസ്റ്റ് സീൻ ഇത്. മറ്റേ നമ്മളെ അതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒരു പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞൊക്കെ വീഴൂലേ, ആ സോങ് ഉണ്ടല്ലോ. ഒരു വണ്ടിയൊക്കെ ഇടി തെറിച്ച് ഏറിയിരിക്കുമ്പോ ഒരു പാട്ടൊക്കെ വന്നിട്ട് ആ ഒരു ഒരു ബൈക്ക് പോയി ഞാൻ അടിക്കാൻ നിർത്താതൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് ഞാൻ അന്ന് അടിക്കുന്നതൊക്കെ സർക്കണം പറയാം. അത് കഴിയുമ്പോ ഇതണ്ട ഈ നിൽക്കുന്നോ ടെക്സാസിന്റെ വൈബാണത്. തെറിച്ച് പാവപ്പെട്ട ഉള്ള ജീവനും കൊണ്ടിറങ്ങി ഓടുവോ. അവൻ മരണം മുഖത്ത് കണ്ടത്. ഇവിടത്തെ ഈ കില്ല് കിട്ടി കഴിയുമ്പോഴാണ് നമ്മള് മൂഞ്ചി പോയി സത്യം പറഞ്ഞ. ഇതിന്റെ മണ്ടയിലൊരു ടീം ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയത്. അതാ ഇവിടെ നിന്നാണ് കളി നമ്മളെ കയ്യിൽ നിന്ന് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെറ്റ് ആയിരുന്നു. സത്യം ഈ ടീമാണ് ഷോകായി. ഇത് ഇതാണ്ടേ സ്നൈപ്പർ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ സ്കൂട്ടറൊക്കെ പിടിച്ചാണ് ഞാൻ പോയത്. എന്നിട്ട് ലാസ്റ്റ് മറ്റേ വൈഫിന്റെ സ്കൂട്ടറും പൊട്ടിയ വണ്ടിയൊക്കെ എടുക്കാൻ നമ്മൾ പോയത്. അവിടെ എന്റെ മരണം കാണിച്ചതാ. ഇതാ ഇതാണ് സീൻ. ഇനി അങ്ങോട്ടുള്ളത് ഫുള്ള് എന്റെ ശരിയായ മറ്റേ സീനാണേ. കണ്ടോ ഇവിടുന്ന് സരക്കണ്ണ പറയുമ്പോ പോവാ. സരക്കണ്ണ പിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടണില്ല. നമ്മള് നേരെ ചെന്ന് കയറണതാ. ഇത് ഞാൻ ടീമൊന്നും പറഞ്ഞിരിക്കില്ല. ഞാൻ അവന്റെ കൂടെ തെരുവാളിയാ. അതല്ല വേറെ കാര്യം ശ്രദ്ധിച്ചാണ്. മാസിന്റെ കൂടെ അപ്പുറത്തെ വേറൊരു ടീമായിരുന്നു. അത് ഏത് ടീമെന്ന് അറിയാൻ വയ്യ. മാസായിരുന്നു. ഞാൻ അയ്യോ അളിയാ മുമ്പി ഇവിടെ 2 സൈഡ് ലോക്ക്. അതെ ഇവിടെ കയറ്റി അവിടെ ടീം ഉള്ള ടീമിനെ കൊണ്ട് ഇറങ്ങി തിരിച്ചിറങ്ങുമ്പോ ദാ പോണു മപ്പ് റൈഡർ ഞാനും കൂടെ തിരിച്ചു വിട്ടു. അവന്റെ മനസ്സിൽ എന്റെ പൊന്നെ രക്ഷപ്പെട്ടതൊക്കെ അവനുള്ള ജീവിതം വിട്ട് ഓർഡർ. അങ്ങനെ കെവിൻ ഇവിടെ മാർക്കി നമ്മൾ ഇങ്ങോട്ട് പോടാ. ഇവിടെ പോകുമ്പോ ഇവിടെ എനിമി ഇതാ ഓടിപ്പോണു. അതാ എനിമി ഓടിപ്പോണു. അത് കഴിഞ്ഞ് നമുക്ക് ഈ അറ്റം പിടിക്കാന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് പോകും. നമുക്കോട്ട് മാപ്പ് മാർക്ക് ചെയ്ത് അറിയാനും വയ്യ ഇങ്ങോട്ട് പോകണമെന്ന്. എവിടെ പോണോന്ന് അറിഞ്ഞൂടാ. മഴ കിട്ടും. ഇത് കെവിനല്ല, ഇത് ഞാനല്ല. അതല്ല ഇത് കണ്ടോ. ഇത് ആണെങ്കിൽ ഈ വണ്ടി പിന്നെ ടയർ ഒട്ടിച്ചിട്ട് റിവേഴ്സ് എടുക്കാനും പറ്റണില്ലല്ലോ. ഇത് അവിടെ നടിയിട്ടുള്ള ജീരോ ഒരു പയ്യൻ ഇവിടെ വേറെ അങ്ങോട്ടൊന്നും പോകാനായിട്ട് അവിടെ അടി കിടക്കുന്നു. മുതുവടി ഇവിടെ കില്ലൊക്കെ ആയിരുന്നു. BB കണ്ണനൊക്കെ അടി. ലാസ്റ്റ് എന്റെ മരണം ഇവിടെ
ബാക്ക് അടിച്ചേട്ടാ ഡൈവ് ചെയ്ത് ഒന്നും കൂടി അവര് പാമ്പായിട്ട് തോക്കൊക്കെ എടുക്കും നോക്കി. അവന്റെ പിയോവിനെ കണ്ടറാ അവന്മാരെ വണ്ടി ആ പാലത്തിക്കുന്ന ടീം അടിച്ചു പൊട്ടിക്കും. അവനും ഇതേപോലെ തന്നെ ഉള്ള ജീവനോട് ഇറങ്ങി ഓടണയാണ്. ഓടി നമ്മളെ ഫ്രണ്ട് വന്നങ്ങ് വീഴും. ആ സ്കൂബി കേട്ടോ അവനവിടെ കുണ്ടിക്കടിക്കുകയാണ്. എവിടെന്നായിരുന്നു പാലത്തിന്നായിരുന്നല്ലേ? എനിക്ക് ആ പാലത്തിൽ നിന്ന് കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു, സൈഡിൽ നിന്ന് ലോക്കി അടിക്കുന്നു, ബാക്കിൽ നിന്ന് SMG അടിക്കുന്നു. പിന്നെ അങ്ങ് കളിക്കും. അങ്ങ് ചാരി അങ്ങ് ഇന്ന് കേട്ടോ അവിടെ മോനെ. അളെ നീ ഇവിടെ പണ്ട് ഡ്രൈവറെ കാണാനില്ല എന്നാ. നീ എവിടെ ഡ്രൈവറിനെ കാണാനില്ല. ഞാൻ പപ്പു നിന്റെ POV കാണേര്. ഫുൾ ആടാണെന്ന് റിപ്പീറ്റ് അടിച്ചു വന്നു. വെയിറ്റ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഓപ്പൺ വിത്ത് മൂവീസ് ആൻഡ് ഡിസ്കോഡ് നോക്കാൻ മണ്ടാന്ന് അടിപ്പ നോക്കിയ കൊണ്ടുപോയി എന്നെ. ഞാൻ കണ്ട് നീ മെസ്സേജ് കൂടെ കണ്ട്. ഇതാണ് എന്റെ വ്യൂ. ഇത് ഞാൻ കാണിക്കില്ലേ പപ്പു എയിം ബോട്ട് ക്രോസ് ഇറക്ക. എടാ സ്നൈപ്പറിൽ ഒരു അണ്ടിയും കണ്ടുകൂടാ ഇതിന്റെ അകത്ത്. എനിക്കൊന്നും കണ്ടുകൂടാ സ്നൈപ്പറില്. ചെറിയ മോണിറ്റർ ആയോണ്ടേ കണ്ണു പിടിക്കള്ള. ഇവിടെ ഇത് കിട്ടിയില്ല കേട്ടാ. നിന്നെ ആരെ കളിച്ചാര് എന്നെ ലോക്കി എവിടെ വെച്ചാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? മണ്ടത്തരായി പോയി. ഇവിടെ മറ്റേ സരക്കണേ ഉള്ള എല്ലാവരും തെറിഞ്ഞിടുവാ. അയ്യോ ഇത് കൂടി ഇടാ ഒറ്റ തറയിലൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടം വിട്ടോന്ന് പറഞ്ഞു ഓടും. പിക്ക് വരുന്നത് എവിടെയാണ്? പിക്ക് വരുന്നത് ഫസ്റ്റത്തെ ബൈക്ക് പിറ്റുണ്ട്. ആവശ്യം ഇത് എടുത്തില്ല, റെക്കോർഡ് തുടങ്ങിയില്ല, അപ്പൊ ആയില്ലായിരുന്നു. സൂപ്പർ. ഇവിടെ ഞാൻ കാണിച്ചുതരാം. നിന്നെയൊക്കെ വെടിവെക്കണ്ട കൊള്ളണ്ടെന്ന് പറഞ്ഞ കില്ല് വരെ ഞാൻ കളഞ്ഞ് നോക്കണം. കാണിച്ചുതരാം. എന്നെ സരക്കെണ്ണം തള്ളിയിടുന്ന കാണണേ. നീ ഇങ്ങനെ വരുവേ, ഇങ്ങനെ വന്നിട്ട് സരക്കെണ്ണ തള്ളി നോക്കണേ. ഇവിടെ നിങ്ങളെ അടി കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേ പതുക്കെ അങ്ങിരുന്നു. അതുകൊണ്ടുണ്ട് ഇവിടെ എനിക്ക് അടിക്കാം. ഞാൻ തല അങ്ങോട്ടും ഇങ്ങോട്ടും നാലണൊക്കെ പോണം. മയിര് കൺഫ്യൂസ്. ഇവിടെ വെച്ചല്ലേ അടുത്ത കില്ലിട്ടുന്ന. ഇവിടെ ഒക്കെ ഒരുത്തനെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല കേട്ടാ. ഇതൊക്കെ അവിടെ പോയി കിട്ടിയില്ല. അപ്പൊ ഇവനെ എടുത്ത് കേട്ടാ. ഞാൻ നോക്കുമ്പോഴേ പയ്യനാട് അവിടെ വണ്ടി നിക്കുന്ന എന്തിന് സീറ്റ് ഊരിയതുള്ള കേട്ടാ. അടുത്ത സീറ്റ് കയറി പണ്ണപ്പെട്ടു കേട്ടാ. അയ്യോ ഒരുത്ത ക്രോച്ച് ഇവിടെ എന്തിന് പരിപാടി. അമ്മ ഒപ്പം റോൾ ചെയ്ത് കളഞ്ഞ അച്ചി. അപ്പൊ ഒരു തന്നെ തലക്കിട്ട് പൊട്ടിക്കും കേട്ടാ. ഓടിപ്പോ. അയ്യോ ഇവിടെ നോക്കുമ്പോ ഒരുത്തന്മാർ അടിയൊക്കെ കൊണ്ടുവരുന്നു. പോലീസിനെ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ വരാൻ. ഇവിടെ പോയിട്ട് അണ്ണൻ റൈറ്റിൽ കയറുക. അണ്ണൻ ബ്രിഡ്ജിൽ കയറ്റരുത്. ആള് വണ്ടി ആള്. ഞാൻ കൂവാ. അണ്ണൻ തിരിച്ച ബ്രിഡ്ജ് നൈസ് സ്പോട്ടാടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകും. അണ്ണ അവിടെ ആള് ഇതാണ് കട്ടാ മോള് ആള്. അണ്ണ ഇപ്പത്തെ പേടി. അയ്യോ ഞാൻ കുടിച്ചു പിന്നെ സേഫാന്നൊക്കെ മനസ്സിലായി. ഇവിടെ അടിയൊന്നും കൊള്ളുന്നില്ല. സേഫായപ്പോ ഇങ്ങോട്ട് മോനെ വാടാ ഇങ്ങോട്ടാണ് മാർക്ക്. ഞാൻ അപ്പുറത്ത് കയറി കൊടുക്കൂടാ. അപ്പൊ രണ്ട് ബ്രിഡ്ജും അപ്പുറത്തെ മാർസിലെ പയ്യന്മാരും എല്ലാത്തിനും അടി കൊണ്ട് ഒരുത്തി ഇവിടെ വന്ന് ഇരിക്കും. നമുക്ക് ഒരു സാധനം ഒന്ന് ഇടിച്ചൊക്കെ എടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സൈഫറൊക്കെ വെച്ച് നോക്കുക കേട്ടാ. അതുകൊണ്ട് പയ്യനോണ്ട് വണ്ടിയൊക്കെ എടുക്കുന്നു. കണ്ട ഇതൊക്കെ എങ്ങനെ കൊള്ളാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഇതൊക്കെ എങ്ങനെയാടാ കൊള്ളാത്തളിയാ? അതൊക്കെ എങ്ങനെയാ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചാമടി വെച്ചിട്ട് പോലും കൊള്ളുന്നില്ല. സങ്കടമായി. അടുത്ത കളിയുടെ കമന്ററി നീ തന്നെ കേട്ടാ.
ഞാൻ നോക്കുമ്പോഴേ പെട്ടൊരു സാധനം വിളിച്ചൊക്കെ നിൽക്കുന്നു. ഡേ നീ അവിടെ നിന്ന് മയിരെ. അവിടെ ആൾക്കാർ കണ്ടത് പിന്നെ പോയാ സംശയായി. എടോ പയ്യൻ മറ്റേ ചായ ഒക്കെ കുടിച്ചിട്ട് വരുന്ന ഒരു പയ്യൻ വന്ന് ഓടി. ഞാൻ പറഞ്ഞു ഞാനും വരുന്നു മയിര്. ഓ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുവോ ഇവിടെ ഫ്ലീ 3 എവിടെ മയിര ഫ്ലീ 3 എവിടെ നോക്കോ. അയ്യോ ഫയർ 3 ഒക്കെ കളിക്കാൻ പോയി വന്നിട്ട് ഓടി ഓടറാ. ഇവിടെ ഒരു വിഷയം സാധനമുണ്ട്. ഞാൻ വിഫ് അടിക്കുന്ന ഇവിടെയാണ്, പ്രോ വിഫ് അടിക്കുന്ന ഇവിടെയാണ്. എനിക്ക് ഈ ക്രോസർ ആയതുകൊണ്ട് മറ്റേ ഇത് കാണുന്നില്ല. ആളുടെ തലയാണെങ്കിൽ നോക്കണേ ഇവൻ കുനിഞ്ഞിരിക്കുന്ന ഇവൻ നിക്കടാന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം മാർക്കിലുള്ള പയ്യണ്ടാ എനിക്ക് അവിടൊക്കെ ആള്. അപ്പൊ എന്റെ ബുഷ് ബുഷ് നോക്കണം. ഇവിടെ തലയിട്ടാ തലയുണ്ടാ ഞാൻ വെടിവെക്കുന്നുണ്ട്. എന്റെ പോകുന്നില്ല ബുള്ളറ്റ്. ഞാൻ നോക്ക് ഇവിടെ വെച്ചിട്ട് കണ്ട അപ്പ മാറും അച്ചി. ഞാനിവിടെ വന്ന് നോക്കാം. മയിര് എന്നെ കൊണ്ട് നടക്കില്ലടാ. ഓക്സി ഇങ്ങോട്ട് വന്ന് നിക്കടാ, ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ അവിടെ നോക്കിയോളാം. മയിര് ഇങ്ങോട്ട് വന്നടി, നിനക്ക് 2-5 ഇല്ലിട്ടോ എന്ന് പറഞ്ഞ് ഇതും പറഞ്ഞ അങ്ങോട്ട് പോയി. ഇത് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ബെല്ലാരി പയ്യന്റെ കൂടെ 1v1 ആയിരുന്നു. അയ്യോ ഇവനെയും കിട്ടുന്നില്ല. അവിടെ ആള് ഇവിടെ ആള്. ഞാൻ ഇവിടെ നോക്കാനാ വന്നിട്ട് ഇവിടെ ഒരു കൊറേ നേരം 1v1 അടിച്ചോണ്ടിരിക്കും. അവന്റെ ഹെൽത്ത് കളയും, ഇങ്ങോട്ടും ഹീലയും വരും തിരിച്ച്. ഇത് തന്നെയായിരുന്നു ഇവിടെ മൊത്തം. അപ്പൊ എനിക്കൊരു നല്ല അടി ഇവിടെ നിന്ന് കിട്ടും കേട്ടാ. ഞാൻ തിരിച്ചൊന്നും കൂടി ട്രൈ ചെയ്യാന്നൊക്കെ ഒന്നും കൂടി ട്രൈ ചെയ്യാന്നൊക്കെ നൈത്തിന് അങ്ങ് പോകും കേട്ടാ. പയ്യെ ഒപ്പം എന്റെ നെഞ്ചാൻ മുടിയില് അയ്യോ ഞാൻ തിരിച്ചോടും. അയ്യോ റിഫ്രഷ് ഇല്ല പയ്യൻ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. തിരിച്ചടിക്കാൻ പോണോന്ന് അടിച്ചാ പറ്റൂന്ന് പറയാ. ഓ അത് തലയ്ക്ക് ഒരെണ്ണം പൊട്ടിച്ച്. പിന്നെ പയ്യനെ കണ്ടില്ല. അമ്മ അടുത്തോണ്ട് പോയി വണ്ടി. അതാരായിരുന്നു അപ്പുറത്ത്? അത് ബെല്ലാരിയിലുള്ള കാര്യമായിരുന്നു. ബെല്ലാരി മുതു കോമഡി. ഇത് കഴിഞ്ഞിട്ടൊരു മുതു കോമഡി ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇത് നോക്കണം. ഈ പിഒയാണ് മുതു കോമഡി. ഇത് നോക്കണം. ഇതില് നിന്റെ ഒരു കൊലവിളി എന്റെ പിഒയിലുണ്ട്. നിന്റെ ഒരു കൊലവിളി ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോൺ ഔട്ട് ചെയ്യുന്ന ആള് വന്നത്. ഓ ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ പക്ഷെ കണ്ടില്ല. എന്റെ കണ്ടിട്ട് ഞാൻ ഒരു വെടിയൊക്കെ വന്നപ്പോ സ്നൈപ്പിംഗ് ആയിരുന്നു അപ്പുറത്ത്. അത് ഇത് നോക്കണം. ഇപ്പൊ തിരിഞ്ഞൊന്ന് നോക്കും. അപ്പൊ ഈ എൻഡ് നോക്കണേ. ആ ബുഷിന്റെ അവിടെ ഞാൻ ബോസ് കാണിച്ചു തരാം. ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും. എന്നിട്ട് ഒന്നും കൂടി വരും. പിന്നെ ഇങ്ങനെ ഓടിയൊക്കെ നടക്കാം. ചിലപ്പോ അങ്ങ് അടിച്ചാലോ മൂവിയാലോ എന്ന് പറഞ്ഞു നോക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എല്ലാം വിട്ട് അവിടെ ആളുണ്ടെന്ന് കാണിച്ചത്. അവിടെ ഇറങ്ങിയില്ലായിരുന്നു നേരത്തെ മറ്റേ വണ്ടിയിലുള്ള പയ്യന്മാര്. എന്നിട്ട് ഇതാണ്ട് ഇവിടെയാണ് ഞാൻ കാണുന്നില്ല. ഞാൻ അറിയുന്നില്ല ഇതൊന്നും. എനിക്ക് ഇവരുടെ കളർ നോക്കാ. ഇതിന്റെ കളർ നോക്ക് മനസ്സിലാവുന്നില്ലേ. പയ്യ ഞാൻ അറിയുന്നില്ല. പോട്ടെ അവൻ വന്നിട്ട് തിരിച്ച് കണ്ടിട്ട് പേടിച്ച് തിരിച്ചറിയ കേട്ടാ. കണ്ടിട്ട് അയ്യോ വിടി സരക്കണ്ണ ഡ്രോൺ മാറ്റി പറഞ്ഞോടും. സരക്കണ്ണ വിട്ടു ഒരുത്തവിടെ കൊലവിളി. എടാ എന്നെ കവറേടാ. ഞാൻ അവിടെ ഹീലടിച്ച് വരുന്നേ ഉള്ളൂ. കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ വരും. ഓ പൈനുണ്ട്. വീട്ടില് കേക്ക് മുറിക്കാൻ പോയി തോന്നട്ടെ. പോയി തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ദാമു. ആള് 18 വയസ്സല്ലേ. ആള് പ്രായപൂർത്തിയായി. അങ്ങനെ ഒന്നും ഇല്ല ആൾക്കിനി. പോസ്കോ ഇല്ല. വീട്ടിൽ കയറി തല്ലണം. കയറി തല്ലാം. ആരും ചോദിക്കാനും പറയാൻ പറ്റത്തില്ല. 18 വയസ്സായി ആൾക്ക്. അത്രയുള്ളോ ബാക്കി കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ ഒരു പരിപാടി ഉണ്ട്. പയ്യനടിച്ചിട്ട് പയ്യനെ കാണുന്നില്ല. അവിടെ ഒരുത്ത കിടന്നുണ്ടായിരുന്നാ. നീ കിടക്കുവായിരുന്നോടാ. ഞങ്ങൾക്ക് അവിടെ ഒരു പൈ കിടക്കുന്നു. എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല. എന്നിട്ട് എന്റെ അടുത്ത് ഇവിടെ പുഷ് ചെയ്യുന്നൊക്കെ. ഞാനങ്ങ് നീ പുഷ് ചെയ്യല്ലേ, നമുക്ക് അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞ് ഞാൻ ഈ തൂണങ്ങ് പിടിക്കും. നീ തൂണി വെടിവെച്ച് പഠിക്കടാന്ന് പറഞ്ഞ് ഞാൻ തൂണ് പിടിക്കും. ഈ തൂണ് പിടിച്ച് അവന്റെ തലയ്ക്ക് ഒരെണ്ണം കൊടുത്ത് പയ്യൻ തിരിച്ചു തരും. തിരിച്ച് തല വാങ്ങിക്കാൻ. KTM ആണോ?
വാളയാറ് പോയി. എന്നിട്ട് ഞാൻ എടുക്ക കുമ്മാൻ വരും. തീർന്ന് തലക്കാണ് ക്രോസർ വെച്ചാണ് വരുന്നത് ഞാൻ. അതും കൂടി കിട്ടിയെങ്കിൽ കില്ല്. ഞാൻ പ്രാന്തനായ തന്നെ കയ്യില് പോവും. ഇത് കയ്യിലിട്ട് നോക്കുന്നത് ചാട്ടൊക്കെ ചാടും. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെയായിരുന്നു. ഞാൻ അളിയാ ഇവിടെ ആളെന്ന് ഞാൻ അളിയ എന്തൊരു ശബ്ദം കേട്ട്. ഇവിടെ എന്തൊരു മറ്റേ പൊട്ട് ഞാൻ പറഞ്ഞില്ലേ കല്ലിന്റെ ഒരു ശബ്ദം കേട്ട്. അയ്യോ ഒരു സാധനം കയറി വരുന്നത്. അയ്യോ ഇതെന്തിനു അളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അളി എന്തൊരു കല്ലിന്റെ ശബ്ദം ഇവിടെ എന്തിനോ കേൾക്കുന്നത്. എന്തിനോ സിമെന്റ് എന്തിനു ഇവിടെ ആളുണ്ട്. അയ്യോ അതും കഴിഞ്ഞ് അങ്ങ് മൂഞ്ചിയ അളിയാ കഴിഞ്ഞ് മയിൽ തീർന്നെന്ന് പറഞ്ഞ ഒരു തവണ ചാടി കയറി നോക്കുന്ന അവിടെ ആളുണ്ടോന്ന്. എന്നിട്ട് ഇവിടെ ഓട്ടം. പിന്നെ എന്തിനായിരുന്നു പിന്നെ ഇവിടെ ഇരുന്ന ഒരു വിഫ് ഉണ്ട്. ഒരു അത്യാവശ്യം നൈസ് വിഫായിരുന്നു ഇവിടെ എന്റെ. ഇത് കാണണം. അതുകൊണ്ട് ഒരുത്തന്മാര് ഓടുന്നു. ഭ്രാന്തായി. ഇവിടെ എനിക്ക് ആ ക്രോസർ കാണുന്നില്ല. എനിക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റില്ലടാ. എടാ ഈ ക്രോസർ പറ്റത്തില്ലടാ. ഈ ക്രോസർ എനിക്ക് എങ്ങോട്ട് വെക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഇല്ല അവിടെ പയ്യന്മാരില്ല ഊമ്പിയെന്ന് മനസ്സിലായി. തിരിച്ചങ്ങടുത്ത് വെച്ച് പിന്നെ നമ്മൾ എന്തൊരു സീസ് ഫയർ കഴിഞ്ഞിട്ട് നമ്മള് ബാക്ക് വഴി പോവും. ഇവിടെ എന്റെ മൈക്ക് കൂട്ടായി പോവും. തെറിയാണ് എനിക്ക് കിട്ടുന്ന. അവിടെ സത്യം പറയട്ടോ അവന് ചുമ്മാ കിട്ടുമായിരുന്നു. മറ്റേ സ്നൈപ്പ് ചെയ്യുന്ന പയ്യൻ ചുമ്മാ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. ഞാൻ ഓക്സി എടാ അടിയടാ മയിലേ കൊണ്ടുവച്ച് ഞാൻ തെറി വിളിച്ചോണ്ടിരുന്നു. ഞാനിരുന്ന് കേറുക അളിയാ അടി ഞാൻ നോക്കിയപ്പോ മൈക്കും വിട്ട് എല്ലാണ കൊലവിളി. നീ അടിക്കരുതെന്ന് അവിടെ ആകെ എനിക്ക് കാണാല്ലോ, നിനക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ മറ്റേ FPP അടിച്ചിട്ട്. ഇവിടെ പയ്യന്മാരതുകൊണ്ട് അവിടെ ഇവരെന്നെ കാണുന്നില്ല. നോക്കണേ വെടി വെച്ച് ഞാൻ നീ ഒരു ടാപ്പ് കൊടുക്കോടാ ആദ്യം. കൊടുത്തേ എന്നിട്ട് ഇവന്മാർ അറിയുന്നില്ല. തിരിച്ചു വന്ന് നിന്ന് തരും എനിക്ക്. പിന്നെ നോക്കണേ അവിടെ നിന്ന് തരും. ഇപ്പൊ നോക്കണേ പയ്യന്മാർ അങ്ങ് തരും. ഒരുത്തന്റെ തലക്ക് ഇട്ടു. അതെങ്ങനെ അളിയാ കൊള്ളാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ. ബാക്ക് സീറ്റിൽ സത്യം എനിക്കൊരു ഭീഷണിയാണ് പപ്പു നീ. എന്നിട്ടാ അളിയാ വിട്ടോടാ. അപ്പൊ ഇപ്പഴാണ് മൈക്ക് മ്യൂട്ടാന്ന് അറിയുന്ന. എടാ മൈരെ വാടാവുണ്ടേ എന്നൊക്കെ പറഞ്ഞോടാ. അവനൊക്കെ എങ്ങനെയാടാ പോന്നേ. എടാ അതൊക്കെ അങ്ങ് സങ്കടമായി എനിക്ക്. ഞാൻ കുറിപ്പടാ അവനെ കിട്ടുന്നുണ്ട് പിന്നെ ലാസ്റ്റ്. കുറിപ്പ് മുമ്പിയടാ. എന്നിട്ട് ഞാൻ തിരിച്ചു വിടും എന്റെ കൂടെ. ഹാപ്പി ബർത്ത്ഡേ ഫെർദു മോൾ. അവിടെ ഞാൻ വെച്ച് എന്റെ മനസ്സിൽ നീ വേറെ സ്ഥലത്ത് കുത്തും, ഞാൻ വേറെ സ്ഥലത്ത് കുത്തും. ലാസ്റ്റ് എന്റെ ഇപ്പൊ ഒരേ സ്ഥലത്താണ്. ഞാൻ പൊസിഷന് വേണ്ടിയാണ് കളിച്ചതാണ്. എനിക്കിവിടെ രണ്ടുപേരും അടിക്കാം കണ്ടാ. എനിക്കിവിടെ രണ്ടുപേരും അടിക്കാളിയാ. ഞാൻ മൊത്തം കളഞ്ഞ് എന്തിനാ കളഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നോക്കണ്ട എടാ ഇവിടെ അങ്ങ് അടിക്കാടാ. ഇവന്മാരെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു എന്നെ. സത്യം 30 സെക്കൻഡും ഉണ്ടായിരുന്നു. എടാ ഈ ചുമ്മാ എനിക്ക് ഇല്ല് വരായിരുന്നു അവിടെ. ഞാൻ എന്നിട്ട് കറങ്ങിയൊക്കെ വരും കേട്ടാ. ആളെന്ന് പറഞ്ഞ തല്ലാൻ വരുവാ. ഇറങ്ങി തല്ലാൻ വരുന്നതാണ്. നമുക്ക് ബോക്സി മൈരേ ഞാൻ വന്നോടാ മുന്നത്തെ. ഇവിടെ ഒരു അമർത്തി പിടിയുണ്ട്. അയ്യോ പിന്നെ ഒരു അടി ചത്ത്. ഇതായിരുന്നു എന്റെ വ്യൂ.